ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പുച്ചിനോയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കഫേയിൽ കിട്ടുന്ന കപ്പുച്ചിനോ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 4 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൂ കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെസ്കഫേയുടെ കോഫി പൗഡറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 4 ടീസ്പൂൺ പാല്. ഇനി പാലിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. ഇത് 3 ഒരേ അളവ് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ല ക്രീമി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ പാല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു തിക്നെസ്സായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തത് നിർത്താം. നമ്മുടെ കപ്പുച്ചിനോയുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിൽക്ക് ഫ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാലിൽ നിന്ന് കുറച്ച് പാല് ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പാല് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ചൂട് വേണം, എന്നാലേ നമുക്ക് ആ നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു കപ്പിലോട്ട് നമ്മുടെ ക്രീം, നമുക്ക് എത്ര ക്രീം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ക്രീം കപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടത് വെച്ചാൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നന്നായിട്ട് തിളച്ച പാല് ഒഴിച്ചു കൊടുക്കുക. ഇത് മെല്ലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യരുത്, ആ തിക്നെസ് പോവും. അപ്പോൾ മെല്ലെ എന്നാൽ മിക്സായും കിട്ടണം, മെല്ലെ മിക്സാക്കി എടുക്കുക. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഫ്രോത്ത് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ മിൽക്ക് ഫ്രോത്തിൻ്റെ മുകളിൽ കപ്പുച്ചിനോയുടെ ഈ ക്രീം വെച്ചിട്ട് തന്നെ ടൂപ്പിക്ക് വെച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ടൂപ്പിക്കൊന്ന് തുടച്ച് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്രീം ഇവിടെ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ
ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അത് വെച്ചിട്ട് കപ്പുച്ചിനോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കഫേയിൽ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള കപ്പുച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.